ഞാനിന്ന് പറയുന്നത് മോളിവുഡ് ടൈംസിന്റെ റിവ്യൂ ആണ്. ഇതിപ്പം ഇറങ്ങിയിട്ട് കുറേ ദിവസമായി, ടൈം കിട്ടിയില്ല. അങ്ങനെ ടൈം കിട്ടിയപ്പം പോയി കണ്ട് പടം നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പടം ഒരു നോർമൽ ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു ആവറേജ് ആ ഒരു ഫീൽ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഡയറക്ടറിന്റെ ഇതിന് മുമ്പത്തെ പടം മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, ആ പടം ഇതിലും കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം. മേക്കിംഗ് ഇതിപ്പം ഭയങ്കര ഗ്രാഫിക്സും കാര്യങ്ങളും ഒന്നുമുള്ള മേക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പടമാണെങ്കിൽ പോലും ആ ഉള്ള സാധനം നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കഥ ഒരു വെറൈറ്റി കഥയാണ്. വെറൈറ്റി രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. എല്ലാം അതൊരു പുതുമയുള്ള അനുഭവമായിരുന്നു. പക്ഷെ ഈ പടം നമുക്ക് കോരിത്തരിക്കുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല. ഇത് ജസ്റ്റ് നോർമൽ ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഒരു സിനിമയിലേക്ക് വരുന്ന ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഒരു ഡയറക്ടറിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് കഥ പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അതൊക്കെ ഒറ്റയ്ക്ക് നേരിടും, ഒറ്റയ്ക്ക് അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. പിന്നെ കുറെ തോട്ട്സ്, കാര്യങ്ങൾ, പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ്, ഇപ്പം എങ്ങനെ ഒരാൾക്ക് ഒരു ആഗ്രഹം ലൈഫിലേക്ക് വരും. ഇപ്പം ഓരോരുത്തർക്ക് ലൈഫിൽ എയിംസ് ഉണ്ടാവില്ല. അപ്പൊ ആ എയിംസ് അയാളുടെ മനസ്സിൽ എപ്പോഴാണ് പൂവിടുന്നത്, മുട്ടിടുന്നത്, അതൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതിന്റെ ഒരു സ്റ്റോറി, ഡ്രോബാക്സ്, പിന്നെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ കഥ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ കുറെ സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഈ ഡയറക്ടർ ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ ഡയറക്ടർ ആവണം എന്ന് വിചാരിക്കുന്ന ആൾ നേരിടുന്നുണ്ട്. അപ്പൊ ആ സ്ട്രഗിൾസ് കുറെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറെ കോൺസിക്വൻസസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഡയറക്ടറിന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആയിരിക്കാം ഈ ഡയറക്ടറിന്റെ. അല്ലെങ്കിൽ ഇപ്പം പുള്ളി കണ്ട് പുള്ളി വേറെ ആൾക്കാരിൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമായിരിക്കാം. ഈ സിനിമയിൽ പ്രത്യേക എനിക്ക് തോന്നിയ ക്യാരക്ടർ, ഇതിലെ ലീഡ് ക്യാരക്ടറായിട്ടുള്ള നസ്ലിനാണ്. നസ്ലിൻ ഈ ക്യാരക്ടർ ഫുൾ ഔട്ട് ചെയ്യുന്നത്, ഇതിന് മുമ്പ് നസ്ലിൻ ചെയ്ത ക്യാരക്ടറൊക്കെ ഒരു കോളേജ് പയ്യൻ, ആ ഒരു ഇമ്മച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കുട്ടിത്തൊക്കെ ഉള്ളൊരു കഥാപാത്രങ്ങളായിട്ടുള്ള ആയിരുന്നു. പക്ഷെ ഇന്നസെൻസ് ഒക്കെ ഉള്ള. പക്ഷെ ഇതിലേക്ക് വരുമ്പം നല്ല പക്വമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാൻലി ഫീൽ എനിക്ക് തോന്നി. അപ്പൊ അത്രയ്ക്ക് ഉത്തരവാദിത്വവും സ്വന്തമായിട്ട് ലക്ഷ്യബോധമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് സിനിമയിൽ ഒരു നസ്ലിന് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ഞാനിപ്പം സാധാരണ നസ്ലിന്റെ പടങ്ങളിൽ നസ്ലിന്റെ ഒരു ടച്ച് ഉണ്ടാവും, പുള്ളിയുടെ ഒരു മാനറിസംസും കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ എന്നാൽ പോലും പല ഇതിലും പുള്ളി ഫുൾ ഓഫ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഈ കരിയറിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇത് പറഞ്ഞു പോകുന്നുണ്ട്. പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഇപ്പം സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ ഈ സിനിമയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ഈ ക്യാരക്ടേഴ്സ് നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അത് ട്രെയിലറിലും ഇതിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ പടം ഒരു ഓക്കെ ഫീലാണ്. കാണാം, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.